കൊതുകിനെതിരെ ഹർത്താൽ നടത്തിയും കുടിവെള്ളം കിട്ടാതായപ്പോൾ റോഡിലിറങ്ങി പ്രതിഷേധിച്ച് കഞ്ഞി വെച്ച് സമരം ചെയ്യുക ചെയ്ത ഒരു സ്ഥലമുണ്ട്. എറണാകുളം ജില്ലയിൽ വൈപ്പിൻകര എന്ന് പറയും. കഞ്ഞി വെച്ച് സമരം നടത്തി നിലത്തിരുന്ന് ഇവിടെ കച്ചേരിപ്പടി റോട്ടിൽ വന്ന് എല്ലാവരും കൂടെ നിലത്തിരുന്ന് ജംഗ്ഷനിൽ ഞങ്ങളുടെ വെള്ളം വന്നിട്ട് നിങ്ങൾ ബാക്കി പണി നടത്തിയാൽ മതി. അങ്ങനെ ഈ സ്ഥലത്ത് താമസിച്ചിരുന്ന ഒരു നടനാണ് ഇന്ന് 919 സ്പോട്ട്ലൈറ്റിൽ നിതയുടെ കൂടെ. ഹായ് 919 സ്പോട്ട്ലൈറ്റിൽ ഞാൻ ശ്രീനാഥ് ബാസിയാണ്. വൈപ്പിനിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് അല്ലേ? ആണ് താമസം. ആയിരുന്നല്ല, പാസ്റ്റൻസ് അല്ല, പ്രസിഡൻസ് തന്നെ. അങ്ങനെ വെള്ളത്തിന് ഇത്തിരി ബുദ്ധിമുട്ടുള്ള നാട്ടിൽ നിന്ന് വന്ന ഒരാളായതുകൊണ്ട് തന്നെ 919 സ്പോട്ട്ലൈറ്റിൽ നമ്മുടെ ഈ റൗണ്ട് മൊത്തം വെള്ളത്തിലാ. വെള്ളം വെച്ചാണ് ചോദ്യങ്ങളൊക്കെ, എല്ലാം സിനിമ ബേസ്ഡ് ആയിട്ട് മാത്രം. ശ്രീനാഥ് ബാസി അഭിനയിക്കാൻ പോയ സമയത്ത് വെള്ളം കുടിച്ചു പോയ സിറ്റുവേഷൻ ഏതാണ്? ഞാൻ മാക്സിമം എല്ലാ പ്രാവശ്യം വെള്ളം കുടിക്കാറുണ്ട്. ഇത് സെറ്റിൽ നിന്ന് കിട്ടുമോ വീട്ടിൽ നിന്ന് കൊണ്ടുപോകോ? എന്തിനാ വീട്ടിൽ നിന്ന് കൊണ്ടുപോകണം? ഇഷ്ടം പോലെ വെള്ളം ഉണ്ടല്ലോ. കിട്ടും അല്ലേ? ഷോട്ട് എടുക്കുമ്പോഴാണോ അതോ ഷോട്ട് എടുക്കുമ്പോ ആക്ഷൻ എന്ന് പറയും, അത് തീരുമ്പോ കട്ട് എന്ന് പറയും. അല്ല, ഇതിനിടയിലാണ് വെള്ളം. അതിന്റെ ഇടയിൽ ഇപ്പൊ സംസാരിക്കാൻ പാടില്ല, അഭിനയിച്ചോണ്ടിരിക്കുന്നത് നമ്മൾ. മനസ്സിലായ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മറ്റുള്ളവരെ വെള്ളം കുടിപ്പിച്ചത് എപ്പോഴാണ്? ഇടയ്ക്കിടക്ക് കുടിപ്പിക്കാറുണ്ട്. ഇപ്പൊ തന്നെ ഇത് കുടിക്കണല്ലോ ഇടയ്ക്കിടക്ക്. ഇല്ല, വന്നിട്ടില്ല. അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങിയത് എന്ന് ഒരു ലൊക്കേഷനിൽ പറയേണ്ടി വന്നത്. ഞാൻ അങ്ങനെയൊന്നും പറയാറില്ലടോ, എനിക്ക് അതിനുള്ള സമയമൊന്നുമില്ല. ഞാൻ കുറച്ചും കൂടെ സമാധാനവും സന്തോഷവും കുശുമ്പും കുന്നായ്മയൊന്നും ഇല്ലാത്തൊരു ചെക്കനാണ്. കുഴപ്പമൊന്നുമില്ല. അതിന്റെ ഇടയ്ക്ക് വെള്ളം കുടിപ്പിച്ച് എന്തൊക്കെ ചോദ്യമോടെ ചോദിക്കുന്നത്. വെള്ളത്തിൽ വരച്ച മര പോലെ ആയിപ്പോയ ഒരു സിനിമ ഏതാണ്? സിനിമ ദൈവം സഹായിച്ച് എനിക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല. എന്റെ എല്ലാ ക്യാരക്ടേഴ്സിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ദൈവം സഹായിച്ച് പഠിക്കാനുണ്ടായിട്ടുണ്ട്. ഓരോ സെറ്റിൽ ചെല്ലുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് പുതിയ പഠിക്കാനുണ്ടാവും. അങ്ങനെ ഒരു ജോലിയും നമ്മൾ ഒട്ടും തരം താഴ്ത്തി കാണുകയോ അതിന് ഒന്നും ഇപ്പൊ കുട്ടി പറഞ്ഞ പോലെ വെള്ളത്തിൽ വരവലിച്ച പോലെ ജീവിതത്തിൽ ഒന്നിനെയും കാണരുത്. എന്തിലും എവിടെ നിന്ന് ഈ ചോദ്യമൊക്കെ കിട്ടിയത്? വെരി ഗുഡ്. ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുന്നു പറയും. അതേപോലെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ? ജോലിക്ക് പോണല്ലേ, ഷൂട്ട് ചെയ്ത് അങ്ങോട്ട് തിരിച്ചു പോകും. നമുക്ക് അതിനുള്ള സമയമൊന്നുമില്ല. ചേട്ടന്മാരുടെ പണി വാങ്ങിക്കാനോ എനിക്കൊന്നും മനസ്സിലാവില്ല. ഇവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ലൈക്കിനോ ഇപ്പൊ ഈ പറഞ്ഞ പോലെ പണി തരാൻ ശ്രമിക്കുകയാണെങ്കിലും ലൈക്കിനോ നമുക്ക് മനസ്സിലാവില്ല. കാരണം നമ്മുടെ ജോലി വളരെ കൃത്യവും വ്യക്തമായിട്ട് നമ്മൾ ചെയ്ത് അവിടെ നിന്ന് പോകും. ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും അങ്ങനെ അങ്ങോട്ട് കൊള്ളില്ല. അത് അങ്ങോട്ട് തലയുടെ മേളിൽ കൂടെ അങ്ങോട്ട് പോയിക്കോളൂ, വലിയ പ്രശ്നമില്ല. നമ്മൾ അഫക്റ്റ് ചെയ്യില്ല. അഫക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമേ അഫക്റ്റ് ചെയ്യുന്നുള്ളൂ. ഇന്ന് നാട്ടിലെങ്ങും പാട്ടാക്കിക്കൊണ്ട് ഇത് നടൻ ശ്രീനാഥ് ബാസി ഓൺ 919 സ്പോട്ട്ലൈറ്റ്. റേഡിയോ മാംഗോ 91.9 നാട്ടിലെങ്ങും പാട്ടായി.